ഇത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ അടിപൊളി ഒരു മീൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മഞ്ഞ കറ്റ്ല അല്ലെങ്കിൽ പുയ്യാപ്പിള കറ്റ്ല എന്ന് നമ്മൾ നാട്ടിൽ പറയുന്ന ഒരു തരം മത്സ്യമാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കൂ. വളരെയധികം ടേസ്റ്റിയാണ് ഈ മീൻ കറിക്കുള്ളത്. ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. ആ മീൻ കറിക്ക് വേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത്, നമ്മളിവിടെ ഇതിനെ കറ്റില അല്ലെങ്കിൽ പുയ്യാപ്പിള കറ്റ്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കൂ. ഈ മത്സ്യക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. ശേഷം അതിലേക്ക് 4-5 കാശ്മീരി ചില്ലി മുളക്, 4-5 വറ്റൽമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2-3 ചെറിയ ഉള്ളി, 1/2 സ്പൂൺ ജീരകം, 1 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഈ തേങ്ങയോടൊപ്പം ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് അരച്ചെടുക്കുക. ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചിടുക, 2-3 പച്ചമുളക് മുറിച്ചിടുക, ഒരു പച്ചമാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിടുക. ശേഷം അതിലേക്ക് നേരത്തെ അരച്ചു വെച്ച അരവ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർക്കുക. അരവിലേക്ക് കറിവേപ്പില ചേർക്കുക. ശരിക്കും ഇത് വിറകടുപ്പിലാണ് തയ്യാറാക്കേണ്ടത്. അതിൻ്റെ രുചി പ്രത്യേകമായിരിക്കും. നമ്മൾക്കിവിടെ വിറക് ലഭ്യമല്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടെ ഗ്യാസ് അടുപ്പിൽ തയ്യാറാക്കുന്നത്. ഇനി അരവ് പാകമായി വരുമ്പോൾ മുറിച്ച് വെച്ച ഈ കറ്റില മത്സ്യം അരവിനോട് ചേർക്കുക. അരവ് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഈ അരവിലേക്ക് ഈ മീൻ ചേർത്ത് കൊടുക്കുക. മീൻ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒരു ചെറിയ പാൻ അടുപ്പിലേക്ക് വെക്കുക. ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചെറുതായി മുറിച്ചു വെച്ച ചെറിയ ഉള്ളി അതിലേക്ക് ചേർത്ത് ഇത് വറുത്തെടുക്കുക. ചെറിയ ഉള്ളി നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കി വെച്ച ആ കറ്റില കറിയിലേക്ക് ചേർക്കുക. വളരെ ടേസ്റ്റി ആയിട്ടൊരു കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് സമയമില്ലല്ലോ, തീർച്ചയായിട്ടും നിങ്ങൾ നാളെ തന്നെ ഈ കറ്റിലയോ അല്ലെങ്കിൽ മത്തിയോ അല്ലെങ്കിൽ ഏത് മത്സ്യമായാലും ഈ കൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ മീൻ കറി തയ്യാറാക്കി നോക്കൂ. എൻ്റെ അഭിപ്രായവും എനിക്ക് അയച്ചു തരാം. ശുഭദിനം.